ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? നിങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നലെ നമുക്കിവിടെ വീടിൻ്റെ അടുത്തൊരു നോമ്പുറ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ അവിടേക്ക് പോവലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ പറഞ്ഞാൽ മിഞ്ഞാന്നത്തെയാണല്ലോ നമ്മൾ ഇന്നലെ ഇടുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞ് മെല്ലെ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ഷീണവും കുഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ച ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു നോമ്പ് തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു ഉഷാറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. നോമ്പെടുക്കാനോ നോമ്പിൻ്റെതായ മടിയല്ലേ, നമുക്ക് ഈ ഒരു വിഭവങ്ങളിലേക്കൊരു ചെറിയൊരു പാളിച്ചകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് മൊത്തത്തിൽ പാളിച്ചകൾ പറ്റിയൊരു ദിവസം കേട്ടോ. എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറീൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. ഇന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കേട്ടോ വാങ്ങിയത്, നമുക്ക് അത്ര മതിയല്ലോ, ഇനിയിപ്പോൾ നാളെ നോമ്പ് തന്നെയല്ലേ. അപ്പോൾ 1/2 കിലോനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് കുക്കറിലാണ് കറി വെക്കുന്നത്. ഒരുത്തൻ ഇവിടെ ഇട്ട് തരാനായിട്ട് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ അത് ഓനിടാന്നും പറഞ്ഞിട്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ മേലെ. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി കൊടുന്നു. പിന്നെ അതിലേക്കുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 മണി ഉലുവ ഒക്കെ ഇട്ടവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എല്ലാ പൊടികളും കൂടെ ഒരു കോപ്പയിലേക്ക് അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പൊടികൾ അറിയാൻ നമ്മൾ സാദാ മുളകും പൊടിയും കുറച്ച് കാശ്മീരി മുളകും പൊടിയും രണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ബീഫ് മസാല, കുറച്ച് കുരുമുളക് പൊടി ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഈ പൊടി ചൂടാക്കുന്നതിൽ ഇടലില്ല കേട്ടോ. ഞാൻ കുക്കറിലേക്ക് ഇറച്ചിയിലേക്ക് അങ്ങനെ ഇടലാണ്. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് കരിയാണ്ട് വറുത്ത് നല്ല ചൂടാക്കി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ അങ്ങോട്ട് നിർത്തുക, കരിയണ്ട. അങ്ങനെ അതും ചൂടോട് കൂടെ തന്നെ ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കൈകൊണ്ട് നല്ലോണം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കുറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് നമ്മൾ കുഴച്ച് ചാമ്പി തിരുമ്പി അങ്ങോട്ട് എല്ലായിടത്തും പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. കറി എന്തായാലും ഇന്നത്തെ നല്ല അടിപൊളിയായിരുന്നു. അതിനൊക്കെ പറയിപ്പിക്കാനായിട്ട് നമ്മളെ കടി ഇന്നാകെ കോളായി പോയിട്ടുണ്ടായിന് കേട്ടോ എന്തായാലും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നാകെ മൊത്തത്തിൽ പാളിച്ചകൾ പറ്റിയ ഒന്നും ഒരു സുഖമാവാത്തൊരു ദിവസം, ഒരു നോമ്പോറേൻ്റെതൊക്കെ കഴിഞ്ഞിട്ടോ ഇന്ന്. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി അറിയണത് ഇന്നും സമൂസ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിക്കൊണ്ടുവന്നാൽ അതെപ്പോൾ തീരണോ അതുവരെ അതന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ റോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും സമൂസ ഷീറ്റ് ഇല്ലേ അതിൽ, അപ്പോൾ പിന്നെ അതന്നെ എടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കിക്കളാന്ന് പറഞ്ഞേ. അപ്പം പിന്നെ എനിക്കും എളുപ്പമായല്ലോ, അത് വേഗം അങ്ങോട്ട് മടക്കിയാൽ സാധനം ഉണ്ടല്ലോ, അതന്നെ അങ്ങോട്ട് ആക്കിക്കളാന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ കേട്ടോ ആക്കുന്നത്. നമ്മളങ്ങനെ ഓരോ ദിവസം വെറൈറ്റി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുക തന്നെ തിരിച്ചും മറിച്ചും ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ. ചിലപ്പം ഇന്ന് സമൂസ ഉണ്ടാക്കി നാളെ ഇനി അതന്നെ മതി പറഞ്ഞാലും ഞാൻ അതന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇന്നൊരു അപ്പോൾ പിന്നെ എന്താ പറയുക, സമൂസക്കുള്ള ഉള്ളി ചോപ്പർ ഉള്ളതുകൊണ്ട് അതിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ അതിലൊന്ന് ഇട്ടിട്ട് അരിഞ്ഞ് വേണ്ട ഉള്ളി എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ചായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഒന്നാമത്തെ നിച്ചുമോളും ഇല്ല, ഓൾ ഇന്ന് രാത്രി വരികയുള്ളൂ. നോമ്പൊക്കെ തുറന്നിട്ട് ആങ്ങളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെ സ്കൂളുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനും കുട്ടികളാണ്. ഞാച്ചിമോനാണെങ്കിൽ ഒറ്റൊരു എണ്ണക്കടി വരെ തിന്നൂല കേട്ടോ. ഞങ്ങൾ തിന്നുകയെന്നല്ലാണ്ട് ആ കുട്ടി ചെറുതേ എണ്ണക്കടി തിന്നൂല കേട്ടോ. എനിക്ക് എന്താണാവോ, ഏത് തറവാട്ടത്തെ ആണാവോ എന്നാണ് എനിക്ക് തിരിയാത്തത്. എന്തായാലും ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും എണ്ണക്കടിയും ഇറച്ചിയടയും സമൂസ ഇതൊക്കെ ഇഷ്ടമാണ്. ഈ കുട്ടിക്ക് ഇതെന്താണ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടമില്ലായിട്ടല്ല, ഒന്നെങ്ങാനും നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ആയി, അല്ലാതെ കഴിക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഇടങ്ങാറല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനെ കുത്തിയിരുന്ന് തിന്നും ചെയ്യുക, കുട്ടി തിന്നണമില്ല. അതിന് വേണ്ടി ജ്യൂസ് നല്ലോണം കുടിക്കുകയും ചെയ്യും. അതിനെപ്പോലെ തന്നെ ഇപ്പം നല്ല ചുമയും വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പല്ലേ, ജ്യൂസ് കുടിക്കണ്ടെന്ന് പറഞ്ഞാലിട്ട് അതിട്ട് കേൾക്കില്ല. നമുക്ക് നോമ്പായതുകൊണ്ട് ഇപ്പോൾ ജ്യൂസ് അടിക്കാതിട്ട് ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാൻ അതിലേക്കുള്ള മസാലയും ഒന്ന് വാട്ടി ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. റെസിപ്പി ആയിട്ട് കാണിക്കണില്ല, കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നെ ഇവിടെ നിന്ന് ഓടിക്കും. ഇത് കുറേ വട്ടങ്ങൾ കണ്ട് മടുത്തതാണല്ലോ.
പിന്നെ അപ്പുറത്ത് കുക്കറിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തല്ലി കൊടുക്കണം, എന്നാലേ അതിനുള്ള വിസിൽ ചിലപ്പോൾ ഒരു കളിപ്പിക്കലാണ് കേട്ടോ, വിസിൽ വരാണ്ട് ഇങ്ങനെ മൂളി നിൽക്കുകയുള്ളൂ. ഒന്നോ രണ്ടോ അടിയൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം വിസിൽ അങ്ങനെ വന്നോളൂ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി അതിലേക്ക് വേണ്ട മസാലകളും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറച്ചി വെന്ത അതിൽ നിന്ന് ഒരിത്തിരി ഇറച്ചി എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ മസാലയും അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ. ബീഫ് പിന്നെ അവിടെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ അടുത്ത പരിപാടി ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഓട്ടടയും കൊണ്ട് ഞാൻ നൊയന്ന് പോയിട്ടുണ്ട് ഇനി കേട്ടോ. ചിലപ്പോൾ ചുട്ടാൽ നന്നാവില്ല, ഈ നോമ്പിനൊക്കെ ഇങ്ങനെ നന്നാവാണ്ടായാൽ എന്താ ചെയ്യല്ലേ, വലിയ കാര്യത്തിൽ ബീഫും ഓട്ടടയും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ വേഗം രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ടോ. അതിക്ക് ചോറ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് ഞാൻ അനിയൻ്റെ വീട്ടിലൊക്കെ പോയി ഓളോട് വാങ്ങിക്കൊണ്ടുവന്ന്, വെറും ചോറേ തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് വേണമല്ലോ അരക്ക്, അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നല്ല സെറ്റപ്പിലൊക്കെ അരച്ചൊക്കെ എടുത്തതേനു. പക്ഷെ എന്താണാവോ ഇന്ന് ഓട്ടട ചുട്ടിട്ട് ഒരൊറ്റ പോലും നന്നായിട്ടില്ല കേട്ടോ. എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ അരക്കണ പോലെയൊക്കെ തന്നെയാണ് ഞാൻ അരച്ചത്. ഇത് ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇനി മേലെ ഞാനിവിടെ നോമ്പിന് ഞാൻ ഓട്ടട ചുടൂലാന്ന്. രാവിലത്തെ നാസ്തക്കൊക്കെയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാം. ഇത് നോമ്പിനൊക്കെ നോമ്പുറക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറ് തന്നെയല്ലേ. ചട്ടിയൊക്കെ ഇതാ നല്ലോണം കേക്കിയൊക്കെ കൊടുന്ന് അങ്ങോട്ട് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ചൂടായിക്കണ്. അതിൽ ഇതാട്ടോ ഫസ്റ്റത്തെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചുടുന്ന പോലെയൊക്കെ തന്നെയാണ് ചുട്ടിട്ടൊക്കെ ഉള്ളത്. പക്ഷെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, അടി കരിയ. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രശ്നം. ഞാൻ ഇക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ഇവിടെ ഓട്ടട ചുടൂലാന്ന്. അപ്പോൾ ഇക്ക പറയുക നീ അങ്ങനെ നീ പറയല്ലേന്ന് കേട്ടോ, എന്നെ കളിയാക്കുന്നുണ്ടേനു. എന്തെങ്കിലും ചിലപ്പോൾ അരച്ചതിൽ പറ്റിയ മിസ്റ്റേക്ക് ആയിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ത് മിസ്റ്റേക്കാണെന്ന് അറിയില്ല. അതാ ഒരു ഫോണിൽ അല്ല ഒരു കയ്യിൽ ഫോണും പിടിച്ച് ചട്ടകം കൊണ്ട് തോണ്ടി അതൊന്നും ഇങ്ങോട്ട് കിട്ടണില്ല. പിന്നെ അതൊക്കെ അവിടെ ഇട്ട് അത് തോണ്ടി എടുത്ത് നോക്കുമ്പം അടി കരിഞ്ഞാണ്. രണ്ടാമത്തെ ഒഴിച്ചു കൊടുത്തു, രണ്ടാമത്തെയും അങ്ങനെ തന്നെ. ഇത് നന്നാവുന്നേ ഇല്ല കേട്ടോ. വേവലും മേൽഭാഗമൊന്നും അങ്ങനെ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടോടെ ചുട്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയെങ്കിൽ. സാധാരണ ഞാൻ ചുട്ടിട്ട് നല്ല നന്നാവുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ ഓട്ടടേൻ്റെ റെസിപ്പി ആയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തതാണ്. ഒക്കെ നല്ല അടിപൊളി. എനിക്ക് ഇന്ന് വരെ ഓട്ടട ചുട്ടിട്ട് ഇങ്ങനെ നന്നാവാണ്ടായിട്ടില്ല കേട്ടോ. ഇതെന്താ പറ്റിയെന്നൊന്നും അറിയൂല. ഇനിയിപ്പോൾ ഇതിനും നോമ്പായിട്ടാണോ ആവോ. എന്തായാലും ദോശക്കല്ലിൽ കാട്ടുന്ന മാതിരി ആ ചൂടുള്ള ചട്ടിക്ക് വെള്ളം ഒഴിച്ച് കുറേ ഇളക്കി അതൊന്ന് തിളപ്പിച്ച് എന്തൊക്കെയോ ഒക്കെ കാട്ടി കൂട്ടിയിട്ടാണ് രണ്ടാമത് ചുട്ടത്. എന്നിട്ടായാലും മേൽഭാഗം കുഴപ്പമില്ല, അടിഭാഗം കരിയ. അതന്നെ ഇനി കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതൊരു ഭാഗത്തുനിന്ന് എങ്ങനെയെങ്കിലും ഇപ്പോൾ ചുട്ട് തീർക്കണമല്ലോ. അപ്പോൾ ഞാൻ അതങ്ങനെ ചുടുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അത് ചുടുന്ന ആ ഒരു സമയം കൊണ്ട് ഈ ഒരു അടുപ്പത്തിന് ഇവിടുന്ന് തന്നെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അടുത്ത ഓട്ടട കരിഞ്ഞത് കുത്തി പൊന്തിച്ച് ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും ആ ചെറിയുള്ളിയും കരിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇത് പിന്നെ ചെമ്പ് പിടിക്കാതെ കുക്കർ അങ്ങോട്ട് ചെരിഞ്ഞു. ആ കറിയും ഇപ്പോൾ മറിഞ്ഞു പോയിട്ടില്ല ഭാഗ്യത്തിന്. അതാ ഞാൻ പറഞ്ഞത് ഇന്ന് മൊത്തം എനിക്ക് ഫാൾട്ടുകൾ പറ്റിയ എന്തൊക്കെയോ ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഭ്രാന്ത് പിടിക്കണ പോലത്തെ ഒരു ഇതായിരുന്നു. എന്തായാലും കറി ഞാനവിടെ വറവിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. കരണ്ടും പോയി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഓട്ടട ഇപ്പുറത്തുനിന്ന് ചുടുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാനേ വേഗം വെറുംചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ തന്നെ എനിക്കറിയാം ഈ ഓട്ടട എനിക്ക് തിന്നാനാവില്ല. അതുകൊണ്ട് വെറുംചോറ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെറുംചോറിനുള്ള വെള്ളം അടുപ്പത്തൊക്കെ അവിടെ വെച്ചിരുന്നു. വേഗം അതങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കടി മറ്റവരൊക്കെ പിന്നെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അടി കരിഞ്ഞ ആ ഒരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ മേൽഭാഗമൊക്കെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ എല്ലാം ഒരു ഇതായി പോവില്ലേ. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തെന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പം എന്താ പറയുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് ചാനൽ അങ്ങനെ വലിയ യൂട്യൂബേഴ്സിനെ പോലെ വീഡിയോ ഇടുമ്പോഴത്തേക്കും 1000ങ്ങളും 2000ങ്ങളും ഒക്കെ ഒരുപാട് കേകൾ ആവുന്ന ആ ഒരു ചാനലൊന്നുമല്ല. നമ്മൾ വളരെ ചെറിയ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. ഒന്ന്
അത് പൊന്തിച്ച് നോക്കുകയാണ് കേട്ടോ, അതും കരിഞ്ഞിക്കണോന്ന്. അതും എന്തായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ നമുക്ക് വല്ല ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവരെപ്പോഴും എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട്. അതന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നോമ്പായത് കൊണ്ടാണാവോ എല്ലാവർക്കും നോമ്പ് നോറ്റ് വീഡിയോ കാണാനും ഇതാക്കാനും ഒന്നും നേരമില്ലായിട്ടായിരിക്കും ചിലപ്പം. മൊത്തത്തിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞൊന്ന് ചാനൽ പറ്റൊരു ഡൗൺ ആയി പോയിട്ടുണ്ട് നമ്മളത്. എന്തായാലും നമുക്ക് ഉഷാറാക്കി എടുക്കണം. അങ്ങനെ ഞാൻ സമൂസേൻ്റെത് ഇതാ റോളുകളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു റോളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ എണ്ണ വെച്ചിണ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതൊന്ന് വേഗം ചുട്ടെടുക്കട്ടെ. ഇന്ന് പിന്നെ ജ്യൂസ് ആപ്പിൾ ജ്യൂസും പിന്നെ വത്തക്ക മുറിച്ച് വെക്കാൻ അതും ഇക്കപ്പം വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കതാ ജ്യൂസ് അടിക്കുന്നുണ്ട്. ജ്യൂസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇടപെടലില്ല. എന്തെങ്കിലും ഒന്നൊക്കെ ഓരും ചെയ്ത് തരട്ടെ നമുക്ക്, കുഴപ്പമില്ല കേട്ടോ. ജ്യൂസൊക്കെ ഇക്ക തന്നെയാണ്, ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇക്ക തന്നെയാണ് ജ്യൂസൊക്കെ അടിച്ച് വെക്കൽ, ഫ്രൂട്ട്സ് മുറിക്കലും. നിച്ചുമോളുണ്ടെങ്കിൽ അതൊക്കെ ഒരു രണ്ടാളും അങ്ങനെ മാനേജ് ചെയ്തോളും. ഞാൻ ഇങ്ങനത്തതൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. സമൂസയൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ലേനു. പക്ഷേ നമ്മൾ ഈ സാധാരണ പോലെ എല്ലാം ചുടലും പിന്നെ എന്താ പറയുക അടുക്കള ക്ലീനാക്കലും പാത്രം കഴുകലും അങ്ങനെ ഒന്നും ചെയ്തില്ല. നമ്മൾ ജ്യൂസ് അടിച്ചിങ്ങോട്ട് കയ്യലും കടിയും ചുട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ബാങ്കും കൊടുത്തു. അടുക്കളയൊക്കെ ആ ഒരു പൊയിപ്പിച്ചിട്ട പോലത്തെ ആ ഒരു കോലത്തിലേനി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെന്തിട്ട് അത് കഞ്ഞിക്കലത്തിൽ കൊണ്ടുവച്ചു, വാർക്കാൻ മറന്നുപോയി കേട്ടോ. വേറെ എന്തിനോ ഒന്ന് അടുക്കളയിൽ പോയപ്പോൾ അത് ആ വെച്ചുകൊടുത്ത് അങ്ങനെ കിടക്കണ്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി അങ്ങനെ വാർത്തതേനി. എന്തായാലും മൊത്തത്തിൽ ഇന്ന് വലിയൊരു സുഖമൊന്നും ഇല്ല. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തു. ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അടുക്കളയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് ക്ലീനാക്കി ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളെ നിസ്കാരം കാര്യങ്ങളും ഇവർ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഓട്ടടയും കറിയും, ഞാൻ ചോറാണ് തിന്നത്, ഇവരൊക്കെ ഓട്ടടയൊക്കെ കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. അടി കരിഞ്ഞതാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി ആയില്ലാന്ന്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.